Hi friends, welcome to Tech World. നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഒരു റിമോട്ട് ഗേറ്റ് യൂണിറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഒരു സ്ലൈഡിംഗ് റിമോട്ട് ഗേറ്റ് യൂണിറ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ അതിൻ്റെ സർവീസിന് ശേഷം അത് സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതും ഞാൻ ആ വീഡിയോ കവർ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ഓഡിയോ ഇല്ലാതെയാണ് ആദ്യം എടുത്തത്. പിന്നെ ഞാൻ ഓഡിയോ അതിന് ആഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോന് അതിൻ്റെ സീക്വൻസിൽ, അതായത് അതിൻ്റെ കണ്ടിന്യൂറ്റിയിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്, മറ്റു ചെറിയ പോരായ്മകളുണ്ട്. മാത്രമല്ല ചെറിയ റിപ്പീറ്റേഷൻസും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, കാരണം ഇത്തിരി വേഗത്തിലെടുത്ത വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ അതിൽ കാണുന്ന തെറ്റും കുറ്റം എന്നോട് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ യൂണിറ്റ് ഓൾറെഡി സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഗേറ്റ് ക്ലോസ് ചെയ്യുന്നത് കാണാം. ആ യൂണിറ്റാണ് വർക്ക് ചെയ്യണത്. ഇത് ഏകദേശം ഒരു 100 കിലോ വെയിറ്റുള്ള ഗേറ്റാണ്. അത് നിൽക്കുന്നത് റെയിലുമേലാണ്. 100 കിലോ വെയിറ്റ് ഉണ്ടെങ്കിലും അത് ആ മോട്ടറിൻ്റെ മുകളിലല്ല, അതായത് ആ ഗിയറിൻ്റെ മുകളിലല്ല വെയിറ്റ് ലോഡ് ചെയ്തിട്ടുള്ളത്, അത് റെയിലിൻ്റെ മുകളിലാണ്. ഹൊറിസോണ്ടലി അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്യണത് ഉള്ള കപ്പാസിറ്റി ഈ ഡിവൈസിനുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ ഞാനിത് വീണ്ടും റിമോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഇത് ഗേറ്റ് തുറക്കുന്നത് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ യൂണിറ്റ് സർവീസിന് ശേഷം സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ആ പറഞ്ഞ മാതിരി ഗിയറിന് തൊട്ട് മുകളിലായിട്ട് ഞാൻ പറഞ്ഞ റെയിൽ കാണാൻ പറ്റും, ഗേറ്റിൻ്റെ റെയിൽ. അതുപോലെ തന്നെ സെൻസറിന് തൊട്ട് മുകളിലായിട്ട് ആ മാഗ്നറ്റും കാണാം, ടേപ്പ് ഒട്ടിച്ചൊരു മാഗ്നറ്റ് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ വ്യക്തമായിട്ട് കാണാം. നിങ്ങൾക്ക് റെയിലും കാണാം, അതുമാതിരി ആ മാഗ്നറ്റും കാണാൻ പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ മാഗ്നറ്റ് കാണാം. അതിപ്പോൾ ഇത് ഈ റെയിലിനോട് ഘടിപ്പിച്ചിരിക്കുകയാണ് മാഗ്നറ്റ്. റെയിൽ ഇത് ഗേറ്റിനോടും ഘടിപ്പിച്ചിരിക്കുന്നത് കാണാം. ഈ സെൻസറിന് തൊട്ട് മുമ്പിലാണ് ഈ മാഗ്നറ്റ് നിൽക്കുന്നത്, നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഗേറ്റ് തുറന്ന കണ്ടീഷനിലിരിക്കുകയാണ്. അപ്പോൾ ഗേറ്റിൻ്റെ ലാസ്റ്റ് എൻഡ് സെൻസറിന് തൊട്ട് മുമ്പിലായിട്ട് വന്ന് നിൽക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ റെയിൽ ഗേറ്റിനോട് അറ്റാച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഇതാണ് ആ റെയിൽ, ഞാൻ പറഞ്ഞ റെയിൽ. ഇത് നേരെ വരുന്നത് നിങ്ങൾക്ക് കാണാമ്പോൾ ഗിയറിന് മുകളിലാണ് റെയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഗിയർ തിരിയുമ്പോഴാണ് ഈ റെയിൽ ഹൊറിസോണ്ടലി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങണത്. അത് നിങ്ങൾക്ക് കാണാം. സെൻസറിന് തൊട്ട് മുകളിൽ മാഗ്നറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ആ ഗിയർ കാണാം. അതിന് തൊട്ട് മുകളിൽ റെയിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ റിമോട്ട് പ്രസ് ചെയ്യുന്നതോടെ ഗേറ്റ് ക്ലോസ് ആവുന്നത് കാണാം. ഓക്കെ, ഇത് ഗേറ്റ് നീങ്ങുന്നത് കാണാം. നിങ്ങൾക്ക് ആ ഗിയറിന് മുകളിലൂടെ റെയിൽ നീങ്ങി പോകുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഗേറ്റ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് ഏകദേശം അടഞ്ഞ് തീരാറാവുമ്പോൾ മോട്ടറിൻ്റെ സ്പീഡ് കുറയുന്നത് കാണാം. ഇതിപ്പോൾ സ്പീഡ് കുറഞ്ഞു. ഇനി ആ മാഗ്നറ്റ് ഏറ്റവും അറ്റത്തുള്ള മാഗ്നറ്റ് സെൻസറിന് മുമ്പിൽ വരുന്നതോടെ ഗേറ്റ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇതാ, അപ്പോൾ മാഗ്നറ്റ് നേരെ സെൻസറിന് മുമ്പിൽ വന്നപ്പോൾ ഗേറ്റ് സ്റ്റോപ്പായി. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഒരു മാഗ്നറ്റ് മറു സൈഡിലും ഉണ്ട്. അത് നമുക്കിതിപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ബട്ടൺ റിമോട്ട് പ്രസ് ചെയ്തതോടെ ഗേറ്റ് ഇത് തുറക്കുന്നത് നമുക്ക് കാണാം. ഇനി ഇതേപോലെ മറു സൈഡിലുള്ള മാഗ്നറ്റ് സെൻസറിന് മുമ്പിലെത്തുമ്പോൾ ഗേറ്റ് സ്റ്റോപ്പ് ആവുന്നത് നമുക്ക് കാണാം. ഈ മാഗ്നറ്റ് സെൻസറിന് തൊട്ട് മുമ്പിലെത്തണം, അതോടെ ഗേറ്റ് സ്റ്റോപ്പ് ആവും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, മാഗ്നറ്റ് നേരെ സെൻസറിന് തൊട്ട് മുമ്പിലെത്തിയതോടെ ഗേറ്റ് സ്റ്റോപ്പായി. ഇങ്ങനെ രണ്ട് എൻഡിലും ഓരോ മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റാണ് ഗേറ്റിൻ്റെ എൻഡ് പോയിൻ്റ് മനസ്സിലാക്കി മോട്ടർ സ്റ്റോപ്പ് ചെയ്യണത്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ IR സെൻസർ ഇതാണ്. നിങ്ങൾക്ക് കാണാം, ഇത് ട്രാൻസ്മിറ്ററാണ്. ഈ കാണുന്നത് ട്രാൻസ്മിറ്ററാണ്. നേരെ എതിർവശത്ത് റിസീവർ ഉണ്ട്, നിങ്ങൾക്കതും കാണാം.
ഇതാണ് റിസീവർ. അപ്പോൾ ഇത് ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലുമാണ് ഇത്. അപ്പോൾ വാഹനം ഗേറ്റിന് ഇടയിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ സെൻസറിൻ്റെ IR ബ്ലോക്ക് ആവും. അതോടുകൂടി ഡിവൈസിന് മനസ്സിലാവും വാഹനം ഗേറ്റിനിടയിൽ ഉണ്ട് എന്നുള്ളത്. അതോടെ ഗേറ്റ് അടയണത് സ്റ്റോപ്പാവും. ഇതാണ് ഈ സെൻസറിൻ്റെ ആവശ്യം. ഓക്കെ ഫ്രണ്ട്സ്, ഈ കാണുന്ന ബോർഡാണ് ഞാൻ പറഞ്ഞ IR സെൻസർ, അതായത് ട്രാൻസ്മിറ്ററും റിസീവറും. TX എന്നെഴുതി കാണുന്ന ബോർഡാണ് ഇൻഫ്രാറെഡ് ട്രാൻസ്മിറ്റർ. RX എന്നെഴുതി കാണുന്ന ബോർഡാണ് ഇൻഫ്രാറെഡ് റിസീവർ. ഓക്കെ, ഇതാണ് നമ്മൾ ഗേറ്റിന് ഇരുവശത്തും പിടിപ്പിക്കുന്നതും. അപ്പോൾ വാഹനം ഗേറ്റിനിടയിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻഫ്രാറെഡ് ബ്ലോക്ക് ആവുന്നതോടെ, അതായത് ട്രാൻസ്മിറ്ററിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് ബ്ലോക്ക് ആവുന്നതോടെ ഡിവൈസിന് മനസ്സിലാവും വാഹനം ഗേറ്റിനിടയിൽ നിൽപ്പുണ്ടെന്നുള്ളതും അടയാൻ പാടില്ല എന്നുള്ളതും. അപ്പോൾ വാഹനം നീങ്ങിയതിന് ശേഷം മാത്രമേ പിന്നെ ഗേറ്റ് അടയുള്ളൂ. അതിനാണ് ഈ സെൻസർ ഉപയോഗിക്കുന്നത്. TX എന്ന് കാണുന്നത് ട്രാൻസ്മിറ്റർ, RX എന്ന് കാണുന്നത് റിസീവർ. ഓക്കെ, ഒരെണ്ണത്തിന് ഇൻഫ്രാറെഡ് എമിറ്റ് ചെയ്യണു, മറ്റേതായി ഇൻഫ്രാറെഡ് റിസീവ് ചെയ്യണു. ഇതിനിടയിൽ വാഹനം വന്നു നിന്നാൽ ഈ ഇൻഫ്രാറെഡ് ബ്ലോക്ക് ആവും. അതോടെയാണ് ഡിവൈസിന് മനസ്സിലാവുന്നത് വാഹനം ഗേറ്റിൻ്റെ ഇടയിൽ നിൽപ്പുണ്ട് എന്നുള്ളത്. അപ്പോൾ ഗേറ്റ് അടയില്ല. ഓക്കെ, തൊട്ടടുത്ത് കാണുന്നതാണ് റിമോട്ട് ചാവി അല്ലെങ്കിൽ റിമോട്ട് കീ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ പാർട്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് വീഡിയോൻ്റെ ഈ പാർട്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. തൊട്ട് പിന്നാലെ വേറൊരു വീഡിയോ വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ പറഞ്ഞു ഒരു AC മോട്ടോർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റും കൂടി ഞാൻ പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ തൊട്ട് പിന്നാലെ ഉണ്ട്. അപ്പോൾ ഈ യൂണിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ സ്ലൈഡിങ് റിമോട്ട് ഗേറ്റ് യൂണിറ്റിൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ സെറ്റിങ്സ് ചെയ്യേണ്ട കാര്യങ്ങളും അതുമാതിരി അതിൻ്റെ കോമ്പണൻസും പാർട്സൊക്കെ എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് സർവീസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ വരുന്ന വീഡിയോയിൽ ഞാനൊരു മറ്റേ യൂണിറ്റ് കൂടി പരിചയപ്പെടുത്താം. അതും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു യൂണിറ്റാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് സർവീസ് ചെയ്യാനൊരു കോൺഫിഡൻസ് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. I am ഷജീവ്, സൈനിങ് ഓഫ്.